Okay, good afternoon. Good afternoon, ma'am. Ma'am, Tomine kannidiല്ല ma'am. എന്തോ Tomine kannidiല്ല. പ്രഭിത ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു എന്താണ് ഉദ്ദേശിക്കേണ്ടായിരുന്നു? പ്രഭിത പോയോ? എന്തേ ma'am? എന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു? Yes ma'am, nice to ma'am. എന്തായിരുന്നു ഇംഗ്ലീഷ് എന്തായിരുന്നു പറയൂ. ഇത്ര ദിവസം പ്രഭിതനെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു ma'am. ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയില്ല. ഒരു ചെറിയ ബേബി ഇത് ബേബി ഉണ്ട് അതാണ് അവൻ. ക്ലിയർ ആവുന്നില്ലല്ലോ. അതിന് മാം ചെറിയ എന്തോ കുഞ്ഞു ബേബി ഉണ്ട്. Okay. Yeah. അപ്പൊ once again, good afternoon all. Okay. മിസ് ടോമിനെ കാണുന്നില്ലല്ലോ മിസ്. ടോം ഇല്ലല്ലോ, ടോം ഡ്യൂട്ടിയിലായിരിക്കും. ടോം ഡ്യൂട്ടിയിലായിരിക്കും. പ്രഭിത അറിഞ്ഞില്ലേ അപ്പോ? ഇല്ല. ആണോ? ടോം ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ട്രെയിൻ ചെയ്യാണ്ട് കയറിയിട്ടുണ്ട്. സോ ബിസിയാണ്. Okay. Yeah. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ പ്രഭിത, കുറച്ച് നോട്ട്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. കുറേയൊക്കെ പോയിട്ടുണ്ടാവും പ്രഭിത. അത്യാവശ്യം നമ്മള് ഒരുപാട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. മാക്സിമം റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ, അതൊന്നും ഒന്നും കിട്ടില്ല. ഓക്കെ. യാ. ഓക്കെ. സോ കിട്ടില്ല. മിസ് പറയുന്നതാണ് എക്കോ വരുന്നുണ്ടോ? ആണോ? ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആണല്ലോ മാം. എനിക്കുണ്ട് മിസ്. ഓക്കെ പ്രഭിത, അപ്പോ റേഞ്ച് നോക്കട്ടോ, അവിടുത്തെ റേഞ്ച് നോക്കിയേ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ ഈ ക്ലാസ്സിലുണ്ടോ? ഇതോ? ഇല്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എക്സ്പ്രഷൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ. സോ കുറച്ചെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ എഴുതാം, നോട്ട്ബുക്ക് എടുക്കാം, എക്സ്പ്രഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് മിസ്സായവര് മാക്സിമം റെക്കോർഡ് ക്ലാസ് കണ്ട് നോട്ട് എഴുതിയെടുക്കാൻ നോക്കാം. ഓക്കെ, എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ പറയുന്നത്. യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. മാക്സിമം നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇംഗ്ലീഷിനെ പറ്റി ഇപ്പോ ഒരു നമ്മൾ ഗ്രാമർ ക്ലാസ് ആണല്ലോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തോ നോട്ട് എഴുതിട്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്തോ ടോപ്പിക്കോ? നോട്ട് മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ എഴുതിയെടുക്കാനേ. എഴുതിയെടുക്കാനോ? ആരുടെയെങ്കിലും ക്ലാസ്സിലുള്ളവരാരെങ്കിലും? ക്ലാസ്സിൽ ആരും ഇല്ലാന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇപ്പോ ഉള്ള സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കുന്നേ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. താജർ ഉണ്ടായിരുന്നില്ല, സ്നേഹ ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് സംശയം, കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളവർ ആരും കൂടി ഇല്ല എന്ന് തോന്നുന്നു. ഇല്ല.
അപ്പൊ റെക്കോ ക്ലാസ് തന്നെ കാണണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവരാണ് ഈ ക്ലാസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ അറിയാൻ താല്പര്യമുള്ള പോർഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട് ഉള്ള പോർഷൻ ഉണ്ടോ, എന്തെങ്കിലും കുറിച്ചെങ്കിലും മിസ് എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഇതെങ്ങനെയാണ് എന്താ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ ട്യൂഷനെ ബേസ് ചെയ്തിട്ട്? ഏതെങ്കിലും ഉണ്ടോ? പറയൂ. സാഗര, സ്നേഹ, ഇതുവരെ എടുത്തതൊക്കെ ഇല്ല മാം, മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഇനി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ ഏതെങ്കിലും പോർഷനെ കുറിച്ച്? ഇല്ല മാം. ഇല്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രസന്റ് പറയൂ. പ്രസന്റ് മീൻസ് പ്രസന്റ് എന്താണോ ഉദ്ദേശിച്ചേ? ആണോ ക്രിസ്റ്റീന? ഓക്കെ, പ്രസന്റ് ടെൻസ് ഞാൻ പറയാം. എക്സ്പ്രഷൻ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഓർമ്മിപ്പിക്കണം എന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യും, കുറച്ചുകൂടെ ഉള്ളൂ, അത് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഡെയിലി സെന്റൻസ് നോക്കാനുണ്ട്. അതിന് മുൻപ് തന്നെ ഞാൻ പ്രസന്റ് ടെൻസ് കവർ ചെയ്യും. ആർക്കെങ്കിലും ടെൻസ് ഡൗട്ട് ഉണ്ടോ? എനിവൺ, ആർക്കെങ്കിലും ടെൻസ് ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും പറയൂ, ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ഇല്ല. സ്നേഹ ആൻഡ് തകര മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരും മിണ്ടുന്നില്ല. ഓട്ടെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ, എഴുതിക്കോളൂ. അടുത്ത എക്സ്പ്രഷൻ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കാര്യത്തെ കുറിച്ച് പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വെച്ചാണ് ചോദിക്കാം. ഓക്കെ, അപ്പോ എഴുതാം എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം, ഹെഡിങ് ഇങ്ങനെ എഴുതാം. ഡു ഡസ് ഡിഡ് പ്ലസ് ഡു ഡസ് ഡിഡ് പ്ലസ് do or does or did plus subject plus V1. Now do does did plus subject plus V1. ഇത് പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കുന്നതാണ്. അങ്ങനെയാ വരാം. അതായത് ഡു യു റീഡ് അലൗഡ്, നീ ഒരുപാട് വായിക്കാറുണ്ടോ? ഡു യു റീഡ് അലൗഡ്? അവിടെ ഡു ഡസ് വരുന്നത് പ്രസന്റ് ടെൻസിലാണ്. പ്രസന്റ് ടെൻസിൽ മാത്രമേ നമ്മൾ ഡു ഡസ് യൂസ് ചെയ്യൂ. പാസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഡിഡ് വരാം. നീ അവിടെ പോയിരുന്നോ? ആ ഒരു രീതിയിൽ നീ അവിടെ പോയിരുന്നോ, കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചാണ്. നീ നന്നായിട്ട് ഇത് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കും. നീ നന്നായിട്ട് സംസാരിച്ചോ, നന്നായിട്ട് സംസാരിച്ചോ. ഇപ്പൊ നീ അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ അവിടെ പോവാറുണ്ടോ, അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഡു യൂസ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡു യു റീഡ് അലൗഡ് എന്ന് ചോദിച്ചു, അത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഡു ചോദിച്ചു. ഡു യു ഗോ ദേർ, ഇവിടെ പോകാറുണ്ടോ? ഓക്കെ, ഇനി അവനാണെങ്കിലോ, അവനവിടെ പോകാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഹി ഗോ ദേർ, അവനവിടെ പോകാറുണ്ടോ? Does she perform well? perform ചെയ്തോ? ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ തരാം. എക്സ്പ്രഷൻ ഹെഡിങ്ങിൽ ടോപ്പിൽ എഴുതിയതിനു ശേഷം കുറച്ച് സ്പേസ് വിടാം. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറെ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. മാക്സിമം അത് ഈ സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ എക്സ്പ്രഷൻസ് പഠിച്ചത് കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നോട്ട്ബുക്കിൽ തിരിക്കത്തേ ഉള്ളൂ.
യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് ലാംഗ്വേജും പഠിക്കാനോ സംസാരിക്കാനോ പറ്റൂ. മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യണം. ഈ കമ്പിയോ അവനിവിടെ വന്നോ ചോദിക്കാം. കമ്പിയോ അവൻ അവിടെ വന്നോ അതൊക്കെയാണ്. Then okay, clear ആണല്ലോ. നെക്സ്റ്റ് ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോ അതിന്റെ കൂടെ നിങ്ങൾ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ബോർഡ് പ്ലസ് ഡു does plus subject plus have to plus have to plus zero. Question word plus do does plus subject plus have to plus P1. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോ why do you have to study? നീ എന്താണ് പഠിക്കേണ്ടത്? What do you have to study? എന്താണ് പഠിക്കേണ്ടത്? നീ എന്താണ് പഠിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ പഠിക്കേണ്ടത്? ആ ഒരു ചോദ്യമാണ്. What do you have to study? How do you have to arrange it? നീ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? നീ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് അവിടെ എന്തും ആകാം. വാട്ട് ആകാം, വെൻ ആകാം, ഹൗ ആകാം, എന്തും ആകാം. അതിന്റെ കൂടെ ഡുവോ ഡസോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഡു ആണോ ഡസ് ആണോ അവിടെ ആഡ് ചെയ്യാന്ന് നോക്കാം. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഡു യു ഹാവ് ടു സ്റ്റഡി? എന്താണ് പഠിക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹൗ ഡു യു ഹാവ് ടു അറേഞ്ച് ഇറ്റ്? നീ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്? നീ എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? when do we have to go? എപ്പോഴാണ് നമുക്ക് അവിടെ പോകേണ്ടത്? when do we have to go? എപ്പോഴാണ് നമുക്ക് അവിടെ പോകേണ്ടത്? ഓക്കെ, ഇപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ചാല് നമുക്ക് ഇത് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനുശേഷമുള്ളത് would you mind? Would do you mind? അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് would you mind എന്ന് ചോദിക്കാം, do you mind എന്ന് ചോദിക്കാം. നമുക്ക് രണ്ടും ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് would അല്ലെങ്കിൽ do. would or do ചോദിക്കാം. would you mind എന്ന് ചോദിക്കാം, do you mind എന്ന് ചോദിക്കാം. എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് തന്നെയാണ് മീനിങ് വരാം. അപ്പൊ would you mind staying with me? നിനക്ക് എന്നോട് താമസിക്കുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ? അവിടെ ING ഫോം ആണ് വരാം. V1 ഒന്നല്ല, വേർബിന്റെ ING ഫോം ആണ് വരാം. അപ്പൊ would you mind staying with me? അല്ലെങ്കിൽ do you mind staying with me? നിനക്ക് എന്റെ കൂടെ താമസിക്കുന്നതിൽ സ്റ്റേ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടോ? ആ ഒരു ചോദ്യമാണ് തന്നെ. ഓക്കെ, ഇപ്പോ do you mind playing with me? Playing football? Do you mind playing football? ഫുട്ബോൾ കളിക്കുന്നതിൽ വിരോധം ഉണ്ടോ? Do you mind playing football? Do you mind playing football? എന്ന് പറയാം. Do you mind playing football? Or would you mind playing football? And would you mind waiting outside? Would you mind waiting outside? Or do you mind waiting outside? Okay, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. Is it clear? Clear ആണോ? Yeah, would you mind if I sat here? Yeah, അവിടെ ഇപ്പൊ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അങ്ങനെ വരും.
വുഡ് യു മൈൻഡ് ഇഫ് ഐ വേറെയാണ് സ്നേഹ. ഇത് വുഡ് യു മൈൻഡ് മാത്രമേ ഉള്ളൂ. വുഡ് യു മൈൻഡ് ഇഫ് ഇല്ല, ഇഫ് ഐ ഇല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ, ഞാൻ അവിടെ ഇരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇരിക്കുന്നതിൽ എന്ന് വരും. ഓക്കെ, അത് വേറെ ഒരു എക്സ്പ്രഷൻ ആണ്. ഇത് വേറെയാണ്. വുഡ് യു മൈൻഡ് ആണ്. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ? ഇവിടെ ing ഫോം ആണ് പറയാ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ചെയ്താ ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് കമ്മിങ് ആണ് കേട്ടോ. ing ഫോം ആണ് വരാ. സ്ട്രക്ചർ നോക്കുക. അടുത്തൊരു എക്സ്പ്രഷൻ ചെയ്താ കേട്ടോ. അടുത്തൊരു എക്സ്പ്രഷൻ ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ്. അതായത് അങ്ങനെ ഒരു ശീലം ഉണ്ടോ, നിനക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നാണ് ചോദിക്കുക. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി, നിനക്ക് നേരത്തെ എന്ത് ശീലം ഉണ്ടോ? ആ ഒരു ചോദ്യമാണ് വരുന്നത്. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ing ഫോം ആണ് വരാ. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ്, ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. അതേപോലെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനൊന്ന് കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്യാണ്. കുറച്ച് സ്ട്രെയിൻ വരുന്നതുകൊണ്ട് കണ്ണിന് കുറച്ച് ഒരു പെയിൻ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടോ? പറയൂ. ക്യാമറ കുറച്ച് നേരം ഞാൻ ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ കുറച്ച് ഒന്ന് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും എക്സ്പ്രഷൻസ് ഞാൻ എടുത്തല്ലോ. എല്ലാവരും ഓരോരുത്തരായിട്ടൊന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് കുക്കിംഗ്? ഓ, കുക്കിംഗ് ചെയ്യാനുള്ള ശീലം ഉണ്ടോ? അത് ഹാബിറ്റ് ആണോ? നമ്മൾ ചെയ്യുന്ന പണിയല്ലേ, അല്ലേ? യാ, ഓക്കെ. Then yeah, do you have the habit of reading? ചോദിക്കാം. ഞാനാ ചോദിക്കേണ്ടത് ശരിക്കും. ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ്? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ആക്കണത്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. അടുത്ത എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ചെയ്യൂ. Do you have the habit of singing? Do you have the habit of driving? Yes. ചോദിക്കാം. അടുത്തൊരു എക്സ്പ്രഷൻ ഏതാട്ടോ? സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു മസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉറപ്പ് കൂടുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഫീലിംഗ് വരാം. അതായത് ഇപ്പോ
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ മസ്റ്റ് ഹാവ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരിക്കണം, ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഉറപ്പുണ്ട്, മസ്റ്റ് പറയുമ്പോൾ ഒരു ഉറപ്പ് വരും. മനസ്സിലായോ? അവള് കണ്ടിട്ടുണ്ടായിരിക്കണം. ട്രാവലിംഗ്, ട്രാവൽ അല്ല ട്രാവലിംഗ്, ഐഎൻജി ഫോം അല്ലേ, അപ്പൊ ട്രാവലിംഗ് എന്നാ പറയാ, ട്രാവൽ അല്ല കേട്ടോ ക്രിസ്റ്റീന. അപ്പൊ ഈ എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. ഇപ്പൊ ഷീ മസ്റ്റ് ഹാവ് കം ഹിയർ, അവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്കത് ഏകദേശം അറിയാം വന്നിട്ടുണ്ട് എന്നുള്ളത്, എന്നാൽ നമുക്ക് കണ്ടിട്ടില്ല, എന്നാൽ നമുക്ക് ഏകദേശം അറിയാം, ഉറപ്പാണ് അവിടെ വന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ മസ്റ്റ് ഹാവ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതിലും കുറഞ്ഞ ഷുവർട്ടി, കുറവാണ് ചാൻസ് എങ്കിൽ നമുക്ക് അവിടെ വേറെ എന്താണ്, നമുക്കവിടെ അതിലും കുറവ് വരുമ്പോൾ നമുക്കവിടെ മേ യൂസ് ചെയ്യാവുന്നതാണ്. മേ ഹാവ് പ്ലസ് V3, അത് അടുത്തൊരു എക്സ്പ്രഷൻ ഉണ്ട് എഴുതാം. സബ്ജക്ട് പ്ലസ് മേ ഹാവ് പ്ലസ് V3. അതായത് കുറച്ചുകൂടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, മനസ്സിലായോ? കുറച്ചുകൂടി ചാൻസ് കുറവാ, ഞാൻ അവിടെ കണ്ടിട്ടുണ്ടാകാം, ഉറപ്പില്ല എന്നാലും കണ്ടിട്ടുണ്ടാകാം. ഐ മേ ഹാവ് സീൻ ഹർ, അത് അങ്ങനെ പറയാം. ഐ മേ ഹാവ് സീൻ ഹർ, ചിലപ്പോ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടാകാം. ഇപ്പോ മസ്റ്റ് എന്ന് പറയുമ്പോ ഒരു 100% ഇല്ലെങ്കിലും 90% അവിടെ കൂട്ടാം, 90% പറയാം. ഇനിയിപ്പോ മേ ആണെങ്കിൽ ഒരു 60 മതിയോ, 60 or 70. അതിന് നടുക്ക് വരും ഷുഡ് വരും, അതിനിടയിൽ മസ്റ്റ് കഴിഞ്ഞിട്ട് ഷുഡ് വരും. മസ്റ്റും ഷുഡും ഏകദേശം സെയിം ആയിട്ട് വരാം ചാൻസ് ഉണ്ട്. ഫസ്റ്റ് എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് മസ്റ്റ് ഹാവ് പ്ലസ് V3. അതിന്റെ എക്സാമ്പിൾ ഐ മസ്റ്റ് ഹാവ് സീൻ ഹർ, ഐ മസ്റ്റ് ഹാവ് സീൻ ഹർ. രണ്ടാമത്തെ സബ്ജക്ട് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞില്ലേ, മേ ഹാവ്, അത് ഐ മേ ഹാവ് സീൻ ഹർ. ഓടെ സീൻ ഇല്ലല്ലേ, സോറി. ഐ മസ്റ്റ് ഹാവ് സീൻ ഹർ. മസ്റ്റിന് ശേഷം നമുക്ക് ഷുഡ് ഹാവ് വേണമെങ്കിൽ, ഷുഡ് അതും ഏകദേശം സെയിം ആണ്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ വരാം, ഐ ഷുഡ് ഹാവ് സീൻ ഹർ. I should have seen her. ഷുഡ് കുറച്ച് പാസ്റ്റിലേക്ക് പോയി ചെയ്യേണ്ടതായിരുന്നു. ഷുഡ് വേണ്ട കേട്ടോ, ഷുഡ് വിട്ടേക്ക്. ഷുഡിന് വേറെ മീനിങ് വരും, ചെയ്യണം, പോകണം എന്നൊരു മീനിങ് ആണ്. ഷുഡ് വിടും. ഐ മസ്റ്റ് ഹാവിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ മേ ഹാവ് സീൻ ഹർ പറയും, അത് എഴുതിയാൽ മതി. I may have seen her. Okay, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഫസ്റ്റ് ഐ മസ്റ്റ് ഹാവ് സീൻ ഹർ ആണ്, അതായത് കുറച്ച് ഷുവർ ആണ്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം, ഒരു ഷുവർ ആണത്. അതിനുശേഷം വരുന്നത് ഐ മേ ഹാവ് ആണ്, കുറച്ചും കൂടി കുറവാണ്, അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം, ചാൻസ് വളരെ കുറവാണ്. ഫസ്റ്റ് ഒരു 90% ആണെങ്കിൽ ഒന്നേ ഒരു 60% വരുള്ളൂ, അതിലും കുറവാണ്. അടുത്തൊരു എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് മൈറ്റ് വരും. മൈറ്റ് ഹാവ് പ്ലസ് V3. സെയിം എക്സാമ്പിൾ തന്നെ എഴുതി. ഐ മൈറ്റ് ഹാവ് സീൻ ഹർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം, തീരെ ചാൻസ് കുറവാ, ഒരു ഒട്ടും ഉറപ്പില്ലാന്ന് നമ്മൾ പറയില്ലേ, ആ രീതിയിലാ പറയാ. മൈറ്റ് ഉണ്ടായിരിക്കാം, 50 above ചാൻസേ ഉള്ളൂ, സോറി 50 below ചാൻസേ ഉള്ളൂ.
മസ്റ്റ്, മേ, മൈറ്റ് ഇങ്ങനെ വരാം. ആ ഓർഡറിലേ വരുള്ളൂ. പുറകിൽ നിന്ന് താഴേക്ക്, കൂടുതൽ നിന്ന് താഴേക്കാണ്. must, may, might. Okay, clear? Clear ആണോ? എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ഈ 3 എക്സ്പ്രഷൻ വെച്ചിട്ട് മസ്റ്റ്, മേ, മൈറ്റ് ഈ 3 എക്സ്പ്രഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. Have ഇല്ലല്ലോ കാണുക. Have വേണം. She must have passed the exam. or exam passed ചെയ്ത് കഴിഞ്ഞാണ്. ഷുവർ ആണ്. Yeah, I might have left my phone here. Yeah. I must have broken the glass. Okay. Then താഹിറ, സ്നേഹ ആൻഡ് അമ്പിളി വേറെ ആരും എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. ഇത് മനസ്സിലാകാഞ്ഞിട്ടാണ് നിങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണ്. She may have played piano. Okay. I might have drove the car. Drove ആണോ വരാം? അമ്പിളി drove ആണോ? ഡ്രൈവോ ഏതായിരിക്കും? V1, V2, V3? Yeah. Driven. I might have driven the car. No. Driving no. Christina, driving അല്ല. Structure നോക്കൂ. Structure എന്താണ്? Subject plus must have plus V3 ആണ്. So അവിടെ നമ്മൾ ഡ്രൈവിംഗിന് പകരം അവിടെ V3 ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. V3 ഫോം അല്ല കേട്ടോ. Yeah, he might have drawn the picture. Played wrong. എന്താണത്? മിസ്സേ പ്ലേഡ് ആരോ എഴുതിയിട്ടുണ്ടല്ലോ, അത് റോങ് അല്ലേ? V3 ഫോം അല്ലേ? പ്ലേഡ് V3 ഫോം അല്ലേ? ഓ പ്ലേഡ് ഓക്കെ, സോറി. ഞാൻ മറ്റേ ING ഫോം ചേർക്കുന്നുണ്ട് നോക്കിയതാണ്. പ്ലേയിങ്. ഓക്കെ. ഇനി മൈറ്റ് പറഞ്ഞു, ഇനി മേ. He must have missed the train. Yeah, correct. എല്ലാ എക്സാമ്പിൾസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കാട്ടോ. അവിടെ സോറി പറഞ്ഞിട്ടുണ്ട്, അറിയാതെ പറ്റിപ്പോയ രഹസ്യമാണ്.
Okay. Sorry, പറഞ്ഞ് കളിക്കാതെ examples പറയൂ. I should have written. Should ഞാൻ പറഞ്ഞില്ല. Should പറഞ്ഞില്ല കേട്ടോ. Should വിട്ടേക്കൂ. Should ഒരു മീനിങ് വ്യത്യാസമുണ്ട്. അത് പാസ്റ്റ് ആവും. പ്രസന്റ് shall ആണ്. He may have written a story. Yes. I might have written him. Okay. Yeah. Again, what's the expression? Subject plus should have plus E3. Subject plus should have plus B3. അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. should past ആണ്. So ചെയ്യേണ്ടതായിരുന്നു എന്നാ പറയാം. You should have gone there. നീ അവിടെ പോകേണ്ടതായിരുന്നു. You should have invited her. നീ അവളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. Okay. Examples പറയൂ. You should have invited her. They should have taken more care. കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ടതായിരുന്നു. You should have called me when you reached her. എന്നോട് എത്തിയപ്പോൾ എന്നെ വിളിക്കേണ്ടതായിരുന്നു. You should have prepared well. Yeah. You should have prepared well. Correct. Then okay. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതിക്കോളൂ കേട്ടോ. ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ് ക്വസ്റ്റൻ ആണേ. താല്പര്യം ഉണ്ടോ എന്നൊരു മീനിങ് ആണ്. അത് ഓക്സിലറീസ് ആണ് വരാം. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഓക്സിലറീസ് ആയിരിക്കും വരാം. സിംപിൾ സബ്ജക്ട് ആണെങ്കിൽ ഈസും, പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ ആറ് ഒക്കെയാണ് വരാം. പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. Are you interested in music? Are you interested in music? Yeah. Complete. Okay. Complete. പോയോ? ഫുഡ് കഴിക്കാൻ പോകണോ? ക്ലാസ് ബോറിംഗ് ആയിരുന്നോ? നോ മിസ്, ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി. ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പൊ കഴിക്കാൻ ചേർന്നു. ഓക്കെ, താങ്ക് യു മിസ്. മിസ് സോറി, ഇന്ന് എനിക്ക് മിസ്സായി ക്ലാസ്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതിക്കോളൂ. ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടോ എന്നൊരു മീനിങ് ആണ്. ഐ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. Is he interested in it?
Are you interested in acting? Acting ചെയ്യാൻ താല്പര്യമുണ്ടോ? നിനക്ക് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടോ? അവന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്. Is he interested in music? ആ രീതിയിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Are you interested in drawing? Yeah. Okay, next. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതുക. Subject plus shouldn't have plus V3. Shouldn't ആണ്. Shouldn't ആണ്. ഇത് തെറ്റാണ്. Shouldn't ആണ് കേട്ടോ. Subject plus shouldn't have plus V3. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ നെഗറ്റീവ് ആണ്. ചെയ്യേണ്ടതായിരുന്നില്ല. You shouldn't have go there. നീ അവിടെ പോകേണ്ടതായിരുന്നില്ല. സെയിം ഞാൻ തന്ന എക്സാമ്പിൾസിന്റെ സെയിം നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാം, അത്രയേ ഉള്ളൂ. ഷുഡ് പറഞ്ഞത് കൊണ്ട് അതിന് നെഗറ്റീവ് പറഞ്ഞു, അതോടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കുറച്ച് കൂടുതൽ എക്സ്പ്രഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒപ്പീനിയൻ പറയുന്നത് സംസാരിക്കുകയും ചെയ്യണോ? അതെ, 4 പേരേ ഉള്ളൂ ക്ലാസ്. പറയൂ, ബോറിംഗ് ആണോ ക്ലാസ്? ബോറിംഗ് ഒന്നുമില്ല മിസ്. ബോറിംഗ് ഇല്ല, ഉറപ്പാണോ? യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ എക്സ്പ്രഷൻസ് എല്ലാം? നോമ്പായതുകൊണ്ട് കുറെ സംസാരിക്കാൻ വയ്യാണ്. എന്തോ? നോമ്പായതുകൊണ്ട് കുറെ സംസാരിക്കാൻ വയ്യാത്തുള്ളൂ. ഓക്കെ, സ്നേഹ, അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ എക്സ്പ്രഷൻസ് എല്ലാം? ബോറിംഗ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക് തന്നാൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടാവോ പ്രസന്റ് ചെയ്യാൻ? കുറച്ച് പേരേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കോ? ഓക്കെ, സ്നേഹ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളെ ഉണ്ടാവുള്ളൂ, വേറെ ആരും അറിയില്ല. മാം അടുത്ത ക്ലാസ്സിലാണോ? അടുത്ത ക്ലാസ്. ഓക്കെ മാം. കാരണം തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. പക്ഷെ ആരും ക്ലാസ്സിലില്ല. ടോപ്പിക് പ്രസന്റ് ചെയ്യണമെന്ന് വെച്ചാൽ പോലും സംസാരിക്കാൻ ആരുണ്ടാവില്ല. ആണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ടോപ്പിക് നാളെ സംസാരിക്കാം. നാളെയല്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ സംസാരിക്കാം. എല്ലാവരും കൂടെ കുറച്ച് പേരും ഉണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിക് കാര്യമുള്ളൂ. ഒരാളെ മാത്രം പ്രസന്റ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഇത്രയും എക്സ്പ്രഷൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതൊക്കെ വെച്ചൊന്ന് കുറച്ചൊന്ന് എന്താണ് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാവോ? ഓക്കെ, 3 പേരോട് പോയിപ്പിന്നെങ്കിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവരും. സ്നേഹ, നവീന, തനിറ, 3 പേരേ ഉള്ളൂ. 3 പേരെ കൂടെ ഒന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാം. നമ്മളിപ്പോ പഠിച്ച എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നു കുറച്ച് എന്തെങ്കിലും എക്സാമ്പിൾസ്. എന്തെങ്കിലും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ പഠിക്കൂ, അല്ലാതെ പഠിക്കില്ല. മിസ് എന്താ പറഞ്ഞേ? ഞാന് കുറച്ച് ബിസി ആയി പോയി, കുട്ടികളുടെ അടുത്തൊക്കെ പോയി.
Shouldn't have. അല്ലെ ഇപ്പൊ തന്നാലേ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചേ. ആരുമില്ല ക്ലാസ്സില്. പറ്റോ? കുഴപ്പമില്ല മിസ്. എന്താ സബ്ജക്റ്റ്? അല്ല സബ്ജക്ട് പറഞ്ഞിട്ടില്ല. ക്ലാസ്സില് ആരൊക്കെ പ്രസന്റ് ചെയ്യുമെന്ന് അറിയാതെ സബ്ജക്ട് പറഞ്ഞിട്ട് ടോപ്പിക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നിലവിൽ താങ്കളായ സ്നേഹം മാത്രമേ ഉള്ളൂ. അബീനെ പിന്നെ പൊതുവെ സംസാരിക്കാത്ത ആളാണ്, എനിക്കറിയില്ല. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇനി ടൈം കഴിഞ്ഞില്ലേ? Yeah. 3:16 ആയി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ടോപ്പിക് വേണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ. ഓക്കെ. നിങ്ങള് ഇപ്പൊ തന്നെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം ഒരു കുറച്ച് എക്സാമ്പിൾസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കുറച്ചുകൂടെ പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒന്നാമത് ക്ലാസ്സിൽ ആരുമില്ല. സോ നോട്ട് എഴുതൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്യും കുറച്ച് ഒരു എക്സാമ്പിൾസ്. അതൊരു കാര്യം നമുക്ക് നേരത്തെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. You shouldn't have criticize her so much. ക്രിട്ടിസൈസിന്റെ Criticize ഫോം. V3 form. Criticized വരും. You shouldn't have criticized. എന്താ വിഷയം? You shouldn't have criticized him so much. നീ അവനെ അത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല, ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. Criticized ആണോ വരുന്നത്? ക്രിട്ടിസൈസ് ആണോ വരുന്നത്? അല്ലേ ഹാവിന് ക്രിട്ടിസൈസ്ഡ്. ഓക്കെ. ഓക്കെ. സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാവോ? You shouldn't have tolerated him. എന്താണ് ടോളറേറ്റിന്റെ V3 എന്തായിരിക്കും മാം? ടോളറേറ്റ് തന്നെയല്ലേ? Tolerate. You shouldn't have tolerate him. അല്ലെങ്കിൽ her. ടോളറേറ്റിന് വീട്ടിൽ ഫോം അല്ലേ വേണ്ട? ടോളറേറ്റഡ് എന്നാണ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് you shouldn't have ഇതൊക്കെ പറയാം. You shouldn't have invited her. ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. You shouldn't have attended the class. You should have listened to me. Yeah, you shouldn't have listened to me. You shouldn't have cooked the lunch. You shouldn't have punished him. Yeah, you shouldn't have punished him. Okay. Are you interested in the English class? Yeah. ഉത്തരം പറയുന്ന ആരുമില്ല. റെക്കോർഡ് കേൾക്കുന്നവർ. റെക്കോർഡ് കേൾക്കുന്നവര് പറഞ്ഞില്ല. അല്ല വേണമെങ്കിൽ ആ ചോദ്യത്തിനുള്ള ആൻസർ തന്നെ ഞാൻ പറഞ്ഞു. ക്ലാസ്സിൽ ആരുമില്ല, അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ. ഓക്കെ. ഓക്സിലറി വെർബ് ഏത് യൂസ് ചെയ്തിട മാം? 6 മാത്രല്ലല്ലോ. ഇല്ല, 6 മാത്രമല്ല. അത് പ്ലൂറലാണെങ്കിൽ നമുക്ക് 6 യൂസ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ 6, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ 3 യൂസ് ചെയ്യാം പ്രസന്റ് ടെൻസില്. ക്യാൻ യൂസ് ചെയ്യുമ്പോ ക്യാൻ യു അങ്ങനെ വരൂലേ? ക്യാൻ യു ഇൻട്രസ്റ്റഡ്? ക്യാൻ യു നിങ്ങൾക്ക് പറ്റോ? ക്യാൻ
എബിലിറ്റി അല്ലേ, കഴിയുമോ പറ്റുമോ എന്നൊരു ചോദ്യം അവർ വേണം. ഓക്കെ. ഓക്സിലറി ആണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നമ്മൾ 3 പേരേ ഉള്ളൂ, സൈതര, സ്നേഹ ആൻഡ് നീ. അതെ. അപ്പൊ നിങ്ങൾ മേലേക്ക്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ. ഓക്കെ മാം. Okay. Thank you so much. See you on the next class. Okay, bye. ബൈ ബൈ. താങ്ക് യു മാം.